എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീഡിഷ് മിഡ് സമ്മർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ മിഡ് സമ്മർ സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ 8 ഇഞ്ചിൻ്റെ റൗണ്ടായിട്ടുള്ള ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് എടുക്കാം. അലുമിനിയത്തിൻ്റെ ട്രേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ട്രേ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒരേപോലെ ബേക്കായി കിട്ടും അലുമിനിയം ട്രേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 250-ൻ്റെ 1 കപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് മൈദയാണ്. 1 കപ്പ് മൈദയാണ് വേണ്ടത്. 250 മില്ലിയുടെ കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. മൈദ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ ഈ കേക്കിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയാണ് വേണ്ടത്. 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം. ഈ മുട്ടയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കേക്കിൽ ചേർക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഒരുപാട് പഴക്കമുള്ള മുട്ട എടുക്കരുത്. അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രവും നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. 4 മുട്ടയും നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. മുട്ടയുടെ വെള്ളം ഇപ്പം ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര 3-4 തവണകളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു സ്റ്റിഫ് പീക്കാവുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ 4 മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ മുട്ടയുടെ ചുവയൊന്നും കേക്കിൽ വരില്ല. നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ കേക്കിൽ വരില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റാക്കി എടുക്കണം. ആ ഒരു മഞ്ഞ നിറം മാറിയിട്ടൊരു ലൈറ്റ് യെല്ലോ ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. നന്നായിട്ട് ബീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര നമ്മൾ മുട്ടയുടെ വെള്ളയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 കപ്പ്, അങ്ങനെ മൊത്തത്തിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. അത് അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി 2 തവണകളാക്കി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ നമ്മൾ മിക്സാക്കി എടുക്കുക. അങ്ങനെ പൊടി മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ബലം പ്രയോഗിക്കരുത്. നല്ല ലൈറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോഞ്ച് കേക്ക് ആയിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ അവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ബാറ്ററെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഒരു ടൂത്ത് പിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ ബബിൾസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ തട്ടി കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഏറ്റവും താഴത്തെ റാക്കിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 2 കോലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ആ ടിന്നൊന്ന് മാറ്റിയിട്ട് പേപ്പറൊക്കെ മാറ്റി നമുക്ക് തണുക്കാനായിട്ട് കേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് തണുത്തിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ സാധാരണ ടീ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ല നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുമെങ്കിൽ മാത്രമേ ആ കറക്റ്റായിട്ട് നമുക്ക് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് സോക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമില്ലാത്തതാണ്, അതുകൊണ്ടാണ് പഞ്ചസാര കൂടി ചേർക്കുന്നത്. 36% ഫാറ്റുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. കുറച്ച് വാനില എസൻസോ വാനില ഷുഗറോ കൂടി ചേർത്തിട്ട് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ സ്പീഡിലിട്ട് നല്ല സ്റ്റിഫ് പീക്കാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ സ്റ്റിഫ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സ്റ്റിഫായി കിട്ടും. അപ്പോൾ ഇനി ഇത് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. അതേസമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് 3ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാൻ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്, ഒരുപാട് ഓയിലിയുമല്ല. നമ്മൾ സാധാരണ ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറല്ല, നല്ല സ്പോഞ്ച് കേക്കായിട്ട് വന്നിട്ടുണ്ട്. 3ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ലെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ മിഡ് സമ്മർ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമും സ്ട്രോബെറിയും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തും എടുക്കാം. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഓരോ ലെയറുകളിലാക്കി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലൂടെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ ആ ഒരു സിറപ്പ് പോലത്തെ സാധനം കൂടി ചേർത്തിട്ട് ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറി പഞ്ചസാര മിക്സും കൂടെ കുറേശ്ശെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ കേക്കും വെച്ചിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഷുഗർ സിറപ്പൊന്നും വെച്ചിട്ട് സോക്ക് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ചിട്ട് എടുത്താലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നൊരു നല്ല കേക്കാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനത്തെ ലെയറും കൂടെ വെച്ചിട്ട് പൈപ്പ് ചെയ്തെടുക്കാം. നമ്മളിതൊരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കേക്കായിട്ടല്ല ചെയ്യുന്നത്, മുകളിലും ലെയറുകളിലും മാത്രമാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേറ്റൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ കേക്ക് ഞാനിവിടെ കിഡ്സ് പാർട്ടിക്ക് ഉണ്ടാക്കിയൊരു കേക്കാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു കേക്കാണ്. അപ്പോൾ കിഡ്സ് പാർട്ടിയുടെ ഒരു വ്ളോഗ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി കണ്ടു നോക്കുക. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഇന്ത്യൻ സമയം 4 മണിക്കായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്